അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ കോയമ്പത്തൂർ പോയ വിശേഷങ്ങളൊക്കെ അന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മോളെടുത്തേക്കാണ് പോയിരുന്നത് പറഞ്ഞില്ല, അവൾക്ക് പനിയായ കാരണം കൊണ്ടാണ് പോയിരുന്നത്. ഇപ്പോൾ ഇതാണ് ഓള് ഇരിക്കണ ഹോസ്റ്റൽ പറഞ്ഞ ഒരു വീടാണിത്. ഒരു വീട് ഓല് ഹോസ്റ്റലാക്കി മാറ്റിയതാണ്. ഓല് ആദ്യം താമസിച്ചിരുന്ന വീടാണ് തോന്നുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഓല ഹോസ്റ്റലും. അപ്പോൾ ഓല് ഇതിൽ റൂം കാലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിലാക്കിയതേന്നോളാം. ഇതിലുകൊണ്ട് താഴത്ത് 2 റൂം, മേലെ 2 റൂം, അങ്ങനെ ആയിട്ട് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ്. ഒരു റൂമിൽ 4 കുട്ടികളാണ്. പിന്നെ ഇത് പറഞ്ഞാൽ ഒരു വീട്, എല്ലാ വീടുകളും മാതിരി ഒരു വീടാണിത്. ഹോസ്റ്റലിൻ്റെ പോലെയല്ല, അങ്ങനെ ഒരു വീടാണ്. ആ വീട്ടിൽ ഓരോ സാധനങ്ങൾ തന്നെ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിൽ തന്നെ ഫ്രിഡ്ജുണ്ട്, ഡൈനിങ് ടേബിൾ, അതുമാതിരി അടുക്കളയിൽ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല. സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോവുക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോവുക. ഇവിടെ കുറേ കുട്ടികൾ കുക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, കുക്ക് ചെയ്യാത്ത കുട്ടികളുണ്ട്. അപ്പം മോള് കുക്ക് ചെയ്യലാണ്. ഓള് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ എല്ലാ സാധനങ്ങളും, ഗ്യാസും അടുപ്പും പിന്നെ കുക്കറും അങ്ങനെ പാത്രങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി കൊണ്ടുപോയി കൊടുത്തിരുന്നു. അപ്പോൾ ഓള് കുക്ക് ചെയ്യൽ തന്നെയാണ്. ഓളെ റൂമിലത്തെ കുട്ടിയൊക്കെ ഓല് കുക്ക് ചെയ്യലാണ്. വേറെ കുട്ടികൾ കുക്ക് ചെയ്യുന്നുണ്ട്, കുക്ക് ചെയ്യാത്ത കുട്ടികളുണ്ട് കേട്ടോ. പുറത്തുനിന്ന് വാങ്ങുന്ന കുട്ടികളുണ്ട്. ഇതിൽ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. സ്റ്റോർ റൂമും നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്ത് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി കൊടുന്ന് വെക്കാം. അപ്പോൾ അതേമാതിരി കുട്ടികൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ അവർ തന്നെ ഉണ്ടാക്കി തന്നലാണ്. അതല്ലേ നല്ലതും. പുറത്തത്തെ ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ നല്ലത് തന്നെയല്ലേ. അങ്ങനെ ഇത് ഈ വീട് പറഞ്ഞാൽ നല്ലൊരു സൗകര്യമുണ്ട്. ഡൈനിങ്ങളൊക്കെ നല്ല വലിയ ഡൈനിങ്ങൾ. താഴത്ത് 2 റൂം, മേലെ 2 റൂമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മേലേക്ക് ഇങ്ങനെ ഒരു ഏരിയയാണിത്. താഴത്ത് ഡൈനിങ്ങൾ, താഴത്ത് 2 റൂമുണ്ട്. ഇത് മേലെ ഒരു റൂം. ഇത് അതേമാതിരി എല്ലാ കുട്ടികൾക്ക് ഒരു റൂമിൽ 4 കുട്ടികളാണ്. അപ്പോൾ 4 കട്ടിലും ഓർക്ക് പഠിക്കാനുള്ള ടേബിളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അലമാറയും ഒക്കെ ഉണ്ട്. അത് റൂം. ഇതൊരു റൂമാണ്. ഇതാണ് മോളെ റൂം. ഒക്കെ വലിച്ച് വാരി ഇട്ടിക്കാണ്. ഞങ്ങൾ പോയപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയതൊക്കെ അങ്ങനെ കിടക്കണം. ഇത് പിന്നെ ഡ്രസ്സിങ് റൂമാണ്. അത് ബാത്റൂമും, അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു റൂം തന്നെയാണിത്. ആ വീട് പോലെ ആദ്യം താമസിച്ചിരുന്ന വീടാന്ന് തോന്നുന്നത്. അപ്പോൾ ഓലത് ഇപ്പോൾ അവിടെ ഇല്ല. ഓലിപ്പോൾ ചെന്നൈയിലാണ്. അപ്പോൾ ഓലത് ഹോസ്റ്റലാക്കി മാറ്റിയാണ്. ഇതിങ്ങനെ മേലെ ഒരു ബാൽക്കണിയാണ്. അവിടെ നമുക്ക് തുണികൾ തിരുമ്പി തോരടാം. അങ്ങനെ നല്ല കാറ്റും വെളിച്ചും ഒക്കെ ഉള്ളൊരു ഏരിയയാണ്. പൊതുവേ കോയമ്പത്തൂരൊക്കെ നല്ല ചൂടുള്ള സ്ഥലമല്ലേ. ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ്. ആ ഫുള്ളും കാണുന്നതൊക്കെ ഹോസ്റ്റലുകൾ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ കോളേജൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. നല്ല അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഓരോ വീടുകളും ഉണ്ട് കേട്ടോ. ഇതൊരു ഹോസ്റ്റൽ ഉണ്ടാക്കുന്നത്. ആ 2 ഹോസ്റ്റലും ഈ വീടും ഇവരിതാണ്. അങ്ങനെ ഓൽക്ക് ഹോസ്റ്റലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ റൂം അന്വേഷിച്ച് വന്നപ്പോൾ പറഞ്ഞ് ഈ വീട്ടിൽ റൂം ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. ഇത് ഇവിടെ അടിച്ചേരി തുറക്കാൻ വരുന്നൊരു ചേച്ചിയാണ്. ഇത്ര ഉള്ളൂട്ടെ.